അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എങ്ങനെയൊക്കെയുണ്ട്? റമദാനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സൊക്കെ നൽകട്ടെ. റമദാനിനെ അർഹമായ നിലയിൽ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. റമദാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, റഹ്മത്തും മഹബത്തും ലമാനും ഇൽഫത്തും എല്ലാം കൂടിയ നൂറാണ് സത്യം പറഞ്ഞാൽ റമദാൻ. റമദാൻ ഇങ്ങനെ എന്തൊരാവേശമാണല്ലേ, എത്ര പെട്ടെന്നാണ് തീരുക. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിസ്കാരമാണല്ലോ തറാവിയ. റമദാനിൽ മാത്രം പ്രത്യേകതയുള്ളതാണ്, അത് ഒഴിവാക്കാൻ പാടില്ല. റമദാനിൽ തറാവീഹിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പല അഭിപ്രായമുണ്ട്. തറാവീഹ് 20 റക്അത്താണെന്ന് ഖണ്ഡിതമായി. തറാവീഹ് എന്ന് പറഞ്ഞാൽ മുൻജിദ് പോലുള്ള അറബി വ്യാകരണ അർത്ഥത്തിലും തറാവി എന്ന് പറഞ്ഞാൽ റമദാനിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന 20 റക്അത്ത് നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരം എന്നാണ്. 1955 വരെ വഹാബികളുടെ മദ്രസയിലൊക്കെ പഠിപ്പിച്ചിരുന്നു തറാവി 20 റക്അത്താണെന്ന്. പിന്നെ അതിൻ്റെ ശേഷം 8 ആരാ വഹി അറിയിച്ചെന്ന് ഒന്നും അറിയില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, സുന്നത്തായ ഒരു കാര്യം ഒരാൾ ചെയ്തില്ല എന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറ്റമൊന്നും കിട്ടൂല. പക്ഷെ സുന്നത്തിനെ നിഷേധിച്ചാൽ കുറ്റാണ്, ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. തറാവീഹ് 20 റക്അത്താണ്, അത് ഖണ്ഡിതമാണ്. ലോക മുസ്ലിങ്ങളുടെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് 20 റക്അത്താണ് എന്നത്. അത് 8 ഉള്ളൂ, 8 നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 8 ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ തെറ്റാണ്. ഒരാൾ 8 റക്അത്ത് നിസ്കരിച്ച് ഇനി മതി, എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞ് പോയാൽ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 8 ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് സുന്നത്തിനെ നിഷേധിക്കലാണ്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവി 20 റക്അത്ത് ഖണ്ഡിതമായി ജമാഅത്തായി നിസ്കരിച്ചത്. സ്വഹാബത്ത്, റസൂലുള്ളാഹിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ച സ്വഹാബത്തൊക്കെ ഉമർ ഖത്താബിൻ്റെ പിന്നിൽ നിസ്കാരം നിർവഹിച്ചു. ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല. ഏത് ഉമർ റളിയല്ലാഹു അൻഹു അറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളോട് പറയാണ്, ഞാനിപ്പോൾ ഭരണം ഏറ്റെടുത്തിക്കുകയാണ്. മൻ റഅ ഫിയ അഅ്വിജാജൻ ഫൽയുഖവ്വിംഹു. എൻ്റെ അടുക്കൽ വല്ല ന്യൂനതയും കണ്ട നിങ്ങളത് എനിക്ക് തിരുത്തി തരണം കേട്ടോ എന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് രാഷ്ട്രപതി പറയാണ്. നല്ല ന്യൂനത ഉണ്ടെങ്കിൽ തിരുത്തി തരണം. അപ്പം തന്നെ സസ്ന്ന് ഒരാൾ വാളൂരിക്കാണ്ട് പറഞ്ഞു, യാ ഉമർ, മൻ റഅ ഫീക അഅ്വിജാജൻ ഫൽയുഖവ്വിംഹു ബിഹദ്ദി സുയൂഫിന. നിങ്ങളുടെ അടുക്കൽ വല്ല ന്യൂനതയും കണ്ടാൽ, റസൂലുള്ള ചെയ്യാത്ത വല്ല ന്യൂനതയും കണ്ടാൽ ഈ വാളിൻ്റെ തലകളെ കൊണ്ട് തിരുത്തി തരും. ആരോടാ പറയണറിയോ? രാഷ്ട്രപതിയോട്. ബുധന അദ്ദേഹത്തെ പിടിച്ച് തുറുങ്കിലടക്കുന്നല്ല പറഞ്ഞത്. ഫതഹല്ലല വജു ഉമർ. ഉമറുല്ലാൻ്റെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമായി. എന്നിട്ട് ഫഖാല അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റഅ ഫീക ഇവ്ജാജൻ ഫൽയുഖവ്വിംഹു ബിഹദ്ദി സുയൂഫിന. ഉമറുല്ലാന് സന്തോഷം കൊണ്ട് പറയാണ്, അൽഹംദുലില്ലാ, ഈ ഉമ്മത്തിൽ, റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ ഈ ഉമറിൻ്റെ അടുക്കൽ വല്ല ന്യൂനതയും കണ്ടാൽ വാളിൻ്റെ തലകളെക്കൊണ്ട് പോലും തിരുത്തിത്തരാൻ ധൈര്യമുള്ള ചുണക്കുട്ടികളെ സൃഷ്ടിച്ച അല്ലാഹുവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. കണ്ട, അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു തറാവി 20 റക്അത്ത് സംഘടിതമായി നിസ്കരിച്ചപ്പോൾ 1000കണക്കിന് സ്വഹാബത്ത് പിന്നിൽ നിന്നങ്ങ് നിസ്കരിച്ച ഒരാളൊന്നും പറഞ്ഞില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്ര നിസ്കരിച്ചു എന്ന് ഖണ്ഡിതമായൊരു രേഖയില്ലാത്ത കാലത്തോളം അത് ഉമർ ഖത്താബിനറിയാം റസൂലുള്ള നിസ്കരിച്ചത് 20 അതുപോലെ തന്നെ അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, നിങ്ങൾ എൻ്റെ ചര്യയും സ്വീകരിക്കണം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യവും പോകണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഖത്താബ് തറാവി 20 റക്അത്ത് നിസ്കരിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമി, കള്ളന്മാരൊക്കെ പോയിട്ട് 8 ഉള്ളൂ എന്ന് പറയാം. എന്നിട്ട് അതങ്ങ് പ്രചാരം നേടിയിരിക്കുകയാണ്.
ഗൾഫിലൊക്കെ വലിയ നഷ്ടമാണത്. എട്ടുള്ളു നിസ്കരിക്കുക. ആരാ പറയാ, ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. പക്ഷെ പല ആളുകളും എട്ടിൽ കുടുങ്ങിയിട്ട് അവിടെ നിൽക്കുകയാണ്. ദയവ് ചെയ്തിട്ട് 20 റക്അത്താണ് തറാവീഹ്. അത് നിങ്ങൾ നിസ്കരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എട്ടുള്ളൂ എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കണ്ട, അതങ്ങ് ഒഴിവാക്കിയേക്ക്. തറാവീഹ് റക്അത്ത് 20 റക്അത്താണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് കാലങ്ങളായിട്ട് കഴിഞ്ഞ് സലഫ് സാലിഹ്യങ്ങൾ വേണ്ട അനുഭവത്തിൽ വേണ്ടല്ലോ. മാലിക് ബിൻ ദീനാറും 12 ആളുകളും കേരളത്തിൽ വന്നിട്ട് ഇസ്ലാം മത പ്രബോധനം നടത്തിയ പള്ളികളിലൊക്കെ, മാട്ടായി പള്ളി, കൊടുങ്ങല്ലൂർ പള്ളി, മാലിക് ദിനാർ പള്ളി തുടങ്ങി 7ഓളം പള്ളികളുണ്ട്. ഈ പള്ളികളിലൊക്കെ അന്നേ മുതലുള്ളത് 20 റക്അത്താണ്. അവർ നിസ്കരിച്ചത് 20ആണ്. അതിഞ്ഞ് നിസ്സാരമായിട്ട് കളയേണ്ടതല്ല. അതെല്ലാവരും പറ്റുന്നവരൊക്കെ നിസ്കരിക്കുക. ഇല്ലേ, പറ്റണത്ര നിസ്കരിച്ചോ. എട്ടുള്ളൂ എന്ന് വിശ്വസിക്കരുത്. 10 റക്അത്ത് ഒരാൾ നിസ്കരിച്ചു പോയി, കുഴപ്പമില്ല. 12 റക്അത്ത് നിസ്കരിച്ചു, നിർത്തിവെച്ചു, കുഴപ്പമില്ല. ബാക്കി പിന്നെ നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചില്ല, ഒന്നും കുഴപ്പമില്ല. വിശ്വാസം തെറ്റിപ്പോകരുത്, 8 ഉള്ളൂ എന്ന്. അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.